ഒമാനിലെ ടൂറിസം സാധ്യതകളെക്കുറിച്ച് ടൂറിസം ഫോറത്തിന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മസ്കറ്റിനെ പശ്ചിമേഷ്യയുടെ പൈതൃക തലസ്ഥാനമായി മാറ്റിയെടുക്കാനുള്ള നടപടികൾ സെമിനാർ ചർച്ച ചെയ്തു. രണ്ടാം തവണയാണ് ടൂറിസം സാധ്യതകൾ പരിചയപ്പെടുത്തുന്ന സെമിനാർ സംഘടിപ്പിക്കുന്നത്. ഒമാൻ പൈതൃക ടൂറിസം മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അസാൻ ബിൻ ഖാസിം അൽ ബുസൈദിയുടെ അധ്യക്ഷതയിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. മസ്കറ്റിലെ ബിനാലെ കലാപ്രദർശനം, നഗരത്തിലെ ജല ടാക്സി എന്നിവ ചർച്ചയായി. രാജ്യത്തിന്റെ സമ്പന്നമായ പൈതൃകവും സംസ്കാരവും ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നതിന്റെ സാധ്യതകൾ തേടണമെന്ന് സെമിനാറിൽ പങ്കെടുത്തവർ നിർദ്ദേശിച്ചു. പുതിയ ടൂറിസം മേഖലകളിലെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് വലിയ പരിഗണന നൽകണമെന്നും നിർദ്ദേശമുണ്ടായി. രാജ്യത്തെ കോളേജുകളിൽ കലാപ്രദർശനത്തിന് പ്രത്യേക ഇടം അനുവദിക്കണമെന്ന് കൊച്ചി ആർട്ട് ഫൗണ്ടേഷൻ പ്രസിഡന്റ് ബോസ് കൃഷ്ണമാചാരി നിർദ്ദേശിച്ചു. ഡോക്ടർ ജീവൻ സുധാകർ, ജിതേന്ദ്ര റാമി തുടങ്ങിയവരും ഇന്ത്യയിൽ നിന്നും പങ്കെടുത്തു. ഡേവിസ് കല്ലൂക്കാരൻ, ജെയിംസ് ചാപ്പൽ, ഫിലിപ്പ് ബേക്കൺ, രാജേഷ് പന്ത്, ആദൽ മണിയാർ തുടങ്ങിയവർ സംസാരിച്ചു. ഫ്രാൻസ്, ഇറ്റലി, ലെബനോൺ, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെ അംബാസഡർമാരും ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ്, ടൂറിസം, വിദേശ നിക്ഷേപ കമ്മിറ്റി, ഇൻഡോ ഗൾഫ് മിഡിൽ ഈസ്റ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് തുടങ്ങിയവയുടെ പ്രതിനിധികളും സെമിനാറിൽ പങ്കെടുത്തു. വിവിധ ധാരണാപത്രങ്ങൾ ചടങ്ങിൽ ഒപ്പുവച്ചു. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.